പേപ്പർ. മനുഷ്യനായ കുറെയൊക്കെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം. രാവിലെ 5 മണിക്ക് എണീറ്റതാ ഞാൻ. ശ്വാസം വിടാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാം ചെയ്യാൻ തയ്യാറാ, പക്ഷെ എനിക്ക് ജോലിക്കും പോണ്ടേ. ഉറങ്ങല്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ വെടി വെച്ചാ പോലും കേൾക്കല. പരമ സുഖമല്ലേ ഇങ്ങനെ പോച്ച് മൂടിക്കിടന്ന് ഉറങ്ങാൻ. എന്നാൽ ഒരു കൊച്ചുണ്ട്, അതിനിന്ന് പരീക്ഷയുള്ള ദിവസമാണ്. അതിനെ ഒന്ന് എഴുന്നേപ്പിക്കുക, കുളിപ്പിക്കാൻ നോക്കുക. എല്ലാം എന്റെ കുറ്റമാ. ഞാൻ കൂടുതൽ ക്ഷമിക്കും തോറും എന്നെ മുതലെടുക്കുന്നത്. ജോലി മാത്രമാണെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും ചെയ്തോളാം. പക്ഷെ നാഴിക്ക് 40 തൊട്ടല്ലേ ഈ മണി മുഴങ്ങുന്നത്. അത് ഞാൻ തന്നെ പോയി നോക്കണ്ടേ? എന്താ സാറുണ്ടോ? ഉണ്ട്, പക്ഷെ ഉറങ്ങാണ്. ഒന്ന് കാണണമായിരുന്നു. അല്പം വെയിറ്റ് ചെയ്യൂ. സുഖേട്ടാ, എടാ ഉണ്ണിക്കുട്ടാ, നിന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞത്? ഉണ്ണിക്കുട്ടാ, ഇന്ന് പരീക്ഷയല്ലേ, ചെറിയ പലതേക്ക്. PS സാറുണ്ടോ? ഉണ്ടതാ പറഞ്ഞേ. നന്നായി. ഇനിയിപ്പൊ കുളിക്കണ്ടല്ലോ. ഞാൻ ഇപ്പൊ പോവാണ്. ഇന്ന് എനിക്ക് എക്സാമിനേഷൻ സൂപ്പർവൈസർ ഉള്ള ദിവസമാണ്. പിന്നെ ഉണ്ണിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ വാൻ വരില്ല. അവന് പരീക്ഷ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് സുഖമായിട്ട് തന്നെ അവനെ സ്കൂട്ടറിൽ കൊണ്ടാക്കണം. പിന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ചെല്. ഞാനേ കുളിക്കാനായിട്ട് തലയിൽ വെള്ളം ഒഴിച്ചേ ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ വന്നത്. ഞാൻ പലതവണ ഫോണിൽ ട്രൈ ചെയ്തു. എപ്പോൾ വിളിച്ചാലും എൻഗേജ്. അതെ, അത് ശരിയാ. മുഖ്യമായിട്ടും 2 കാരണങ്ങളാണ്. ഇവിടത്തെ ഫോൺ എപ്പോഴും എന്റെ ചെവിയില്ല. വിളിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരാണല്ലോ, തുടങ്ങി താഴെ വെക്കത്തില്ലല്ലോ. അത് മാത്രമല്ല, ഞങ്ങളുടെ ഈ ലൈനിൽ എപ്പോഴും കേബിൾ ഫാൾട്ടാ. എത്ര തവണ ഡിപ്പാർട്ട്മെന്റിനെ ശ്രദ്ധപ്പെടുത്തിയാന്നറിയോ? അത് ഈ കാര്യമില്ല. നിങ്ങൾ നേരെ പാർട്ടി ബസ്സിലേക്ക് വിട്ടോ. ഞാൻ എന്റെ മോനെ സ്കൂളിലാക്കിയിട്ട് അങ്ങ് വന്നേക്കാം. ചെൽ. ദൈവത്തെ പോലെ ബഹുമാനിക്കേണ്ട ഭർത്താവിന്റെ തലയിൽ ഒരു കുടം വെള്ളം കോരി ഒഴിച്ചതിന്റെ ആഹ്ലാദമാണോ? അല്ലല്ല, സത്യം മാത്രം പറയേണ്ട ഒരു പൊതുപ്രവർത്തകൻ രാവിലെ തന്നെ തട്ടിവിടുന്ന പച്ചക്കള്ളം കേട്ടിട്ടുള്ള പരമാനന്ദം. താങ്കൾ എന്താണ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്? കേബിൾ ഫാൾട്ട് ആണെന്നോ? 766 രൂപ 60 പൈസ ടെലിഫോൺ ബില്ലായതും അത് 25-ാം തീയതിക്ക് മുൻപ് അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യുമെന്നും ഡിപ്പാർട്ട്മെന്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഓർമ്മയില്ലേ? ഒന്നോർത്താ പാവ എന്റെ സുഖേട്ടൻ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാനൊരു പാവമാണ്. ഒരു 50 മണിസിങ്ങനെ. ഇതാണ് സുഖേട്ടന്റെ കുഴപ്പം. എന്തെങ്കിലും നല്ലത് പറഞ്ഞ അപ്പം മുതലെടുക്കും. തനി രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, നിന്റെ കൊച്ചിനെ. നിന്റെ അല്ല, നമ്മുടെ. അതെ, നമ്മുടെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ. അയ്യോ, അപ്പൊ അവന്റെ 1 വർഷം പോയില്ലേ? എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും? ഉത്തരവാദിത്തം നിങ്ങൾക്കും വേണ്ടായോ? 1/2 മണിക്കൂർ വയ്യ ഹസ്ബൻഡ് വരുന്നത്. നിയമം എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെയാ. ഐ ആം വെരി സോറി. വാവേ, നിന്റെ ഈ പ്രകോപനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇല്ല, എന്റെ കുഞ്ഞ് പരീക്ഷ എഴുതിയില്ലെങ്കിൽ എനിക്ക് പ്രകോപനം വരും. വാവേ, അതിന് അടിസ്ഥാനമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുകയാണ്. ഒന്നും ചോദിക്കണ്ട, ഇത് പാർട്ടി മീറ്റിംഗ് ഒന്നും അല്ല. ഞാൻ ചോദിക്കുകയാണ്, എന്റെ കുഞ്ഞിന്റെ 1 വർഷം പോയ ആര് സമാധാനം പറയും? വാവേ, പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കും. അത് എന്റെയും കൂടെ കുഞ്ഞാണ്. നീ ശാന്തമായിട്ടൊന്ന് ആലോചിച്ചു. നമ്മുടെ കുഞ്ഞിന്ന് പരീക്ഷ എഴുതി ജയിച്ചാൽ ആത്യന്തികമായി അവനൊരു MAയോ MSCയോ എടുക്കും. ഇവിടത്തെ വ്യവസ്ഥിതിയിൽ ഒരു ജോലിക്ക് വേണ്ടി തെണ്ടാനുള്ള ലൈസൻസാണ് മാതാപിതാക്കളായ നമ്മൾ അവന് നേടിക്കൊടുക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് 32 ലക്ഷം അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിലിന് വേണ്ടി തെണ്ടുന്നത്. അവരെയൊക്കെ നിന്നെ പോലെ അവരുടെ അമ്മമാര് തല്ലിപ്പഴിപ്പിച്ച് പഠിപ്പിച്ച് പരീക്ഷ എഴുതി ജയിപ്പിച്ചവരാണ്. നമ്മുടെ കുഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞ് തെണ്ടിയാവുന്നുള്ളൂ വിചാരിക്കാം. അതെ, സുഖട്ടമിന് ഞാൻ പറയുന്നൊന്നും അനുസരിക്കില്ലല്ലോ. നീ പറഞ്ഞ എന്താ ഞാൻ അനുസരിക്കാതിരുന്നിട്ടുള്ളത്? ലോകത്ത് ആര് പറഞ്ഞാലും അനുസരിക്കാത്തവനാ ഞാൻ. നീ പറഞ്ഞ സുഖേട്ട,
ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമവിരുദ്ധ ഒരു അലങ്കാരമാണ്. ഞാൻ ചേർന്നില്ലേ? എവിടെ നിനക്ക് പറഞ്ഞുകൂടെ നിന്റെ ഭർത്താവ് ഒരു നിയമ വിദ്യാർത്ഥിയാണ്? പക്ഷെ മരണം വരെ സുഖമായിട്ട് ഒരു നിയമ വിദ്യാർത്ഥിയായി തന്നെ ഇരിക്കും. ഒരാഴ്ച ഞാൻ എത്ര മെനക്കെട്ടിട്ടാ യൂണിവേഴ്സിറ്റി ഓഫീസിൽ പോയി TC വാങ്ങി, എന്നിട്ട് സുഖമായിട്ട് എത്ര ദിവസം ക്ലാസ്സിൽ പോയി. അങ്ങനെ എന്നും പോയിരിക്കണമെന്നൊന്നുമില്ല. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ തകരാറ്. ഞാനൊന്ന് ചോദിക്കട്ടെ? ഓ മതി മതി. എന്നാ പറ, നമുക്ക് മോനെയൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയി അവനൊരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവന്റെ കുഞ്ഞു വർത്തമാനമൊക്കെ ഒന്ന് കേട്ട് നീ നിന്റെ നയം വ്യക്തമാക്ക്. പോകാമെന്നുള്ള നയം വ്യക്തമാകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാരും പറയും അച്ഛന്റെ നാക്ക് ശരിയല്ല. അല്ല, ഇന്ന് ഇപ്പോ എന്റെ പിറന്നാളിന് അയാൾ വന്നില്ല എന്നുള്ള പരാതി കൊണ്ട് പറയുന്നതല്ല. ഈ കുടുംബത്തിലെ ഏത് സൽക്രമത്തിന് അയാൾ വന്നിട്ടുള്ളത്? അത് അച്ഛൻ ഞങ്ങളോട് ഇപ്പൊ കയർത്തിട്ട് എന്താ കാര്യം? ഈ വിവാഹത്തിന് അന്നേ ഞങ്ങൾ രണ്ടുപേരും എതിരായിരുന്നു. അതെന്ത് വർത്തമാനമായി പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് ഒത്തോ? ഞാൻ എന്റെ അനിഷ്ടപ്രകാരം അല്ല ഇതൊക്കെ ചെയ്തത്. നിന്റെയൊക്കെ ഭാര്യമാരോട് ചോദിച്ചു നോക്ക്. ജയന്തി, കുമാരി, എനിക്കിപ്പൊ അറിയണം, എന്റെ ഇഷ്ടപ്രകാരം മാത്രം എടുത്ത തീരുമാനമാണോ വത്സലയുടെ വിവാഹം? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായില്ലേ, പിന്നെന്താ ഇന്ന് ഇങ്ങനെ ഒരു സംശയം? നിങ്ങൾ വിഷയം മാറ്റാതെ ചോദിച്ചതിന് സമാധാനം പറ. എന്തുകൊണ്ട് വത്സലയുടെ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അച്ഛൻ ആകെയുള്ളൊരു മോള്. പിന്നെ അമ്മയില്ലാതെ വളർന്ന മോളോടുള്ള അച്ഛന്റെ സ്നേഹം. അത് പറ. IAS കാരനോ കോൺട്രാക്ടറോ ആണെന്ന് വെച്ച് ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നൊന്നും ഇല്ല. പാർട്ടിയില് സുകുമാരന് നല്ല ഇമേജാ, പക്ഷേ മുന്നോട്ട് ഇടിച്ചു കയറി വരാനുള്ള സ്റ്റാമിന ഇല്ല. അത് തന്നെയാ ഞാനും ഈ പറയുന്നത്. ഇത്രയും കാലമായിട്ട് അയാളുടെ ഒരു ഫോട്ടോയോ പേരോ പത്രത്തിൽ വന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പറയുമ്പോ 24 മണിക്കൂറും രാഷ്ട്രീയമാ. ഒന്നുണ്ടച്ചാ, ഈ രാഷ്ട്രീയക്കാരുടെ സമയം കാലമൊക്കെ എപ്പോഴാ തെളിയുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ബാമോനെ, ഞാൻ നിന്റെ അച്ഛനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ, നിന്റെ അച്ഛൻ വന്നില്ലേ? സെക്രട്ടേറിയറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വരാൻ അങ്ങേയറ്റം ശ്രമിക്കും, ഇല്ലെങ്കിൽ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. പക്ഷെ നല്ലൊരു പിറന്നാളായിട്ട് ആ വിളിയും കാത്ത് എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ. യവൻ കുറച്ചുമ്പേ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയക്കാരുടെ സമയവും കാലവും ഒന്നും ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. ജയ, നീ ഒരു കാര്യം ചെയ്യും, ഉടനെ ഒന്ന് ഫോൺ ചെയ്ത് അദ്ദേഹം ഇങ്ങോട്ടെങ്ങാനും എഴുന്നള്ളുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചോദിക്കും. വേണ്ട, ചേട്ടൻ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. വത്സല വന്നിട്ട് പായസം വയ്ക്കാൻ ഇരുന്നെങ്കിൽ ഞങ്ങൾ വലഞ്ഞേനെ. ഏതായാലും ഇപ്പോഴെങ്കിലും വന്ന നന്നായി, അല്ലെങ്കിൽ അച്ഛൻ ഇന്ന് പട്ടിണി ഇരുന്നേനെ. ഞാൻ സുഖേട്ടനൊന്ന് ഫോൺ ചെയ്യട്ടെ. ബാബാ, എല്ലാം വിളമ്പി വയ്ക്കാം, അച്ഛൻ എന്തെങ്കിലും കാരണം കിട്ടാഞ്ഞിരിക്കുക. ഹലോ, സുഖേട്ടനല്ലേ? എന്താ വരാൻ പറ്റില്ലെന്നോ? അച്ഛാ, നേതാവ് വരുന്ന ലക്ഷണമില്ല. അല്ല, അയാളിപ്പോ വന്നാലും നമ്മോട് സംസാരിക്കാൻ വിഷയമില്ല. അയാൾക്ക് സംസാരിക്കാനുള്ളത് ഇവിടത്തെ കാര്യമൊന്നും അല്ലല്ലോ. എനിക്ക് പറയാനുള്ളത് കുവൈറ്റിനെ പറ്റിയാണ്. 1,80,000 ഇന്ത്യക്കാരാണ് സർവ്വതും നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുന്ന ഈ പ്രവണത നമ്മുടെ ലോകത്തെ എവിടെ കൊണ്ടെത്തിക്കും?